1912 ഏപ്രിൽ 14 അറ്റ്ലാന്റിക്കൽ സമുദ്രം. സമയം രാത്രി 11:40. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ടൈറ്റാനിക് 1308 യാത്രക്കാരെയും 915 ജോലിക്കാരെയും വഹിച്ചുകൊണ്ട് വളരെ വേഗം ന്യൂയോർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്തിന് പലതവണ മഞ്ഞുമലകളെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. അതൊന്നും കാര്യമാക്കാതെ 2 നോട്ടിക്കൽ മൈൽ വേഗതയിൽ ടൈറ്റാനിക് സമുദ്രത്തെ കീറിമുറിച്ചുകൊണ്ട് പായുകയാണ്. പെട്ടെന്നൊരു സന്ദേശം കിട്ടി. 3 മഞ്ഞുമലകൾ ഞങ്ങൾക്ക് മുമ്പിൽ കാണുന്നു. കാലിഫോർണിയ എന്ന കപ്പലിൽ നിന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ടൈറ്റാനിക്കിലെ റേഡിയോ ഓപ്പറേറ്റർ ജാക്ക് ഫിലിപ്പ് ജാഗരൂകനായി. പിന്നീട് ജാക്ക് ഫിലിപ്പിന് മസോബ എന്ന കപ്പലിൽ നിന്നും മറ്റൊരു സന്ദേശം കിട്ടി. ആ ഭീകര മഞ്ഞുമലകൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ജാക്ക് ഫിലിപ്പ് ക്യാപ്റ്റനെ കാര്യങ്ങൾ ധരിപ്പിച്ചുവെങ്കിലും വേഗത കുറയ്ക്കുവാൻ ക്യാപ്റ്റൻ തയ്യാറായില്ല. JP മോർഗൻ എന്ന വ്യവസായ പ്രമുഖൻ നിർമ്മിച്ച 3 പുതിയ കപ്പലുകളിലെ ഏറ്റവും വലുതും കരുത്തനുമായിരുന്നു ടൈറ്റാനിക്. എത്ര വലിയ മഞ്ഞുമലകളെയും തകർത്തുകൊണ്ട് ടൈറ്റാനിക്കിന് മുന്നേറാൻ കഴിയുമെന്ന് ക്യാപ്റ്റൻ ഉറച്ചു വിശ്വസിച്ചു. പിന്നെന്തിന് വേഗത കുറയ്ക്കണം? രാത്രി 11:40 ആയപ്പോൾ ഫെഡറിക് ഫ്ലീറ്റ് എന്ന കപ്പൽ നിരീക്ഷകൻ ദൂരെ ഒരു മഞ്ഞുമല കണ്ടു. അപായം മനസ്സിലാക്കി. അയാൾ എഞ്ചിൻ റൂമിലേക്ക് സന്ദേശം നൽകി. ഫലമുണ്ടായില്ല. കപ്പൽ ആ വലിയ മഞ്ഞുമലയിൽ ശക്തിയായി ഇടിച്ചു. കപ്പലിൻ്റെ പ്രധാന ശില്പിയായിരുന്ന തോമസ് ആൻഡ്രൂസും ആ കന്നിയാത്രയിൽ ഉണ്ടായിരുന്നു. എഞ്ചിൻ റൂം ഉൾപ്പെടെ 5 കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. ഇനിയും സമുദ്രത്തിൻ്റെ അഗാധത്തിലേക്ക് മുങ്ങിത്താഴാനേ ടൈറ്റാനിക്കിന് കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കപ്പലിൻ്റെ മുൻഭാഗം മുന്നിലേക്ക് ഉയർന്നു. പിന്നീട് 2ആയിട്ട് ഒടിഞ്ഞുകൊണ്ട് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് അമർന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മഹാദുരന്തത്തിൽ 1532 പേരാണ് മരിച്ചത്. ഫ്രഞ്ചുകാരനായ ഡോക്ടർ റോബർട്ടാണ് 1985 ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 1999 ജെയിംസ് കാമറോൺ ടൈറ്റാനിക് എന്ന സിനിമയെടുത്ത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ടൈറ്റാനിക് ദുരന്തം അതേപടി തന്നെ ക്യാമറയിൽ പകർത്തി ലോകത്തിൽ വെച്ച് ഏറ്റവും ചെലവേറിയ സിനിമ പിറവിയെടുത്തു. ചിത്രം 13 ഓസ്കാർ അവാർഡുകൾ നേടി. ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ അവസാന ദൃക്സാക്ഷിയായിരുന്ന ലിലിയൻ ജെൻട്രൂസ് ആസ്പ്ലഡ് കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. ബ്രിട്ടനിൽ താമസിക്കുന്ന ബാർബറോ ജോയ്സും എലിസബത്ത് ഗ്ലാഡീസുമാണ് ഇപ്പോൾ ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ ഓർമ്മയായി അവസാനത്തെ ദൃക്സാക്ഷികളായി ജീവിച്ചിരിക്കുന്നത്. ബാർബറയ്ക്ക് 10 വയസ്സും എലിസബത്തിന് 3 മാസവും പ്രായമേ അന്നുണ്ടായിരുന്നുള്ളൂ. ബെലാർഡ് ആർഗോ എന്ന മുങ്ങിക്കപ്പൽ ഉപയോഗിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിൽ കിടക്കുന്ന ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ ക്യാമറയിൽ പകർത്തിയതോടെ ദുരന്തത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2ആയിട്ട് ഒടിഞ്ഞു താന്ന ഭീമൻ കപ്പൽ ഇന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. 1532 പേരുടെ പ്രേതാത്മാക്കളുമായി. ടൈറ്റാനിക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് 1999 ജെയിംസ് കാമറോൺ പുറത്തിറക്കിയ ഏറ്റവും ചിലവേറിയ ടൈറ്റാനിക് എന്ന മൂവിയാണ്. 1999 അദ്ദേഹം ഇറക്കിയ അന്ന് ഇറക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ഹോളിവുഡ് ചിത്രമായിരുന്നു ടൈറ്റാനിക് എന്ന സിനിമ. 900 കോടി രൂപയാണ് ഏകദേശം അതിന് ചിലവഴിച്ചതെന്ന് പറയുന്നു. 1500 കോടിയിൽ മുകളിൽ അതിൻ്റെ വിറ്റുവരവ് കിട്ടി. ടൈറ്റാനിക് എന്ന സിനിമയിൽ നാം ഏറെ ഇഷ്ടപ്പെടുന്ന പല രംഗങ്ങളുമുണ്ട്. ജാക്കും റോസും കൂടെ അഭിനയിച്ച പല രംഗങ്ങളും നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന രീതിയിലുള്ള സീനുകളാണ്. അതിലേറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കുന്ന സീൻ ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് കൈവിരിച്ച് നിൽക്കുന്ന ആ സായാഹ്ന സീനാണ്. എത്രയോ മനോഹരമായ സീൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു സീൻ. 1912 ഏപ്രിൽ 14 ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങിത്താഴുമ്പോൾ അത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മഹാദുരന്തമായി മാറുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് സംഭവിച്ചു. 1912 ഏപ്രിൽ 14 സമയം രാത്രി 11:40 ഏതോ ഒരു വലിയ മഞ്ഞുമലയിൽ ഇടിച്ച് ടൈറ്റാനിക് എന്ന ഭീമൻ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അഗാധങ്ങളിലേക്ക് താഴ്ന്നു പോയി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ടൈറ്റാനിക് മുങ്ങിയ ആ സ്ഥലം ഇന്നും 1532 പ്രേതാത്മാക്കളുടെ ശവകുടീരങ്ങളായിട്ട് ഒരു സ്മാരകമായിട്ട് ആ കപ്പലും നിലനിൽക്കുന്നു. ആ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ ആശ്വസിക്കുന്നുണ്ടാകും. ആ ചിത്രം കാണുമ്പോൾ തന്നെ നാമും ആ ദുഃഖത്തിൽ പങ്കുകാരായി പോകുന്നു. അതല്ലേ സത്യം? ടൈറ്റാനിക് എന്ന കപ്പൽ ഒരിക്കലും തകലില്ലെന്ന് ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് വിശ്വസിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അന്ന് വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഉരുക്ക് ഉപയോഗിച്ചായിരുന്നു ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണം.
ഏകദേശം നല്ലൊരു ടൺ ഇരുമ്പ് തന്നെ കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചതായി അതിൻ്റെ നിർമ്മാണ വേളയിൽ പറയുന്നുണ്ട്. തീർച്ചയായും ആ ഉരുക്കുകളുടെ കരുത്തായിരിക്കും ക്യാപ്റ്റനെ വിശ്വസിച്ചത് ആ മഞ്ഞുമല ഇടിച്ച് തകർത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. പക്ഷേ ആ മഞ്ഞുമലകളെ ഇടിച്ച് തകർത്തുകൊണ്ട് ആ കപ്പലിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. കപ്പൽ അവിടെ വെച്ച് ഒടിഞ്ഞു, രണ്ടായിട്ട് ഒടിഞ്ഞുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അഗാധങ്ങളിലേക്ക് താഴ്ന്നു പോവുകയാണ് ചെയ്തത്. ശരിക്കും ക്യാപ്റ്റൻ്റെ വിശ്വാസം അവിടെ ഒരു അന്ധവിശ്വാസമായി മാറുന്നതായിട്ടാണ് നാം കാണുന്നത്. എത്രയൊക്കെ ഉരുക്കുകൾ കൊണ്ട് നിർമ്മിച്ചാലും എത്രയൊക്കെ ഭീമൻ കപ്പലുകൾ നിർമ്മിച്ചാലും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലകളെ ഇടിച്ച് തകർത്തു പോകാൻ ഒരിക്കലും കഴിയില്ലെന്ന് അറ്റ്ലാന്റിക് സമുദ്രം ഈ ടൈറ്റാനിക് എന്ന ദുരന്തത്തിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുകയായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലകൾക്ക് അത്രയും ശക്തിയും അത്രയും ടൺ ഭാരവും ഉണ്ടെന്ന് ഈ ഒരു അപകടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ടൈറ്റാനിക് എന്ന ദുരന്തത്തിൻ്റെ അപകടം അതിൻ്റെ താഴോട്ടുള്ള വ്യാപ്തമോ അളക്കാൻ അന്നുണ്ടായിരുന്ന കപ്പലിലെ ക്യാപ്റ്റന്മാർക്ക് കഴിയുമായിരുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ഇന്നാണെങ്കിൽ മഞ്ഞുമലകൾ കണ്ട ഉടനെ റാഡർ ഉപയോഗിച്ച് അതിൻ്റെ വ്യാസവും വലുപ്പങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൻ്റെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണുന്ന മഞ്ഞുമലയ്ക്ക് എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് തന്നെ റാഡർ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അന്ന് ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ മഞ്ഞുമലയിൽ ഇടിച്ച് ടൈറ്റാനിക് എന്ന കപ്പൽ തീർച്ചയായും തകർന്നു പോയത്. ടൈറ്റാനിക്കിൻ്റെ ആദ്യ ഇടിയിൽ തന്നെ എൻജിൻ റൂമിലാണ് വെള്ളം കയറിയത്. അതിനാൽ തന്നെ യാതൊരു മാർഗവും ഇല്ലായിരുന്നു അവർക്ക് രക്ഷപ്പെടാൻ. ഒരു കപ്പലിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞത് എൻജിൻ റൂമാണ്. എൻജിൻ റൂമിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ കപ്പൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം എൻജിൻ ഭാഗത്തിന് ഏറ്റവും ശക്തമായ ഉരുക്കുകൾ കൊണ്ടായിരിക്കും എൻജിൻ റൂം നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ തകർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ കപ്പലിൻ്റെ കാതലായ ഭാഗം തകർന്നതോടെ കപ്പൽ രണ്ടായിട്ട് മുങ്ങി താഴുകയായിരുന്നു. 1912 ഏപ്രിൽ 14 നടന്ന ആ മഹത്തായ ദുരന്തം ചിത്രീകരിക്കാൻ ജെയിംസ് കാമറോൺ എന്ന സംവിധായകൻ വലിയ സെറ്റാണ് ക്രിയേറ്റ് ചെയ്തത്. ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ അവസാന ദൃക്സാക്ഷിയായിരുന്നു ലില്ലിയൻ ജെർട്രൂഡ് ആസ്പ്രഡ്. അവർക്കിപ്പോൾ 99 വയസ്സായിരുന്നു. അവർ 2 വർഷങ്ങൾക്ക് മുമ്പാണ് മരിച്ചത്. ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ ദൃക്സാക്ഷികളായി ജീവിച്ചിരിക്കുന്ന 2 പേർ കൂടി ഇന്ന് ലോകത്തുണ്ട്. ബ്രിട്ടനിൽ താമസിക്കുന്ന ബാർബറോ ജോയ്സും എലിസബത്ത് ഗ്ലാഡിയസുമാണ് ആ 2 പേർ. ടൈറ്റാനിക് ദുരന്തം നടക്കുമ്പോൾ ബാർബറോ ജോയ്സിന് 10 വയസ്സും എലിസബത്ത് ഗ്ലാഡിയസിന് 3 വയസ്സും പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും ജീവിച്ചിരിക്കുന്ന 2 ദൃക്സാക്ഷികൾ അവർ മാത്രമാണ്. 1912 നടന്ന ടൈറ്റാനിക് എന്ന മഹാദുരന്തത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കും. കാരണം ബെർലാഡ് ആർഗോ എന്ന മുങ്ങിക്കപ്പൽ ഉപയോഗിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും നാം കൂടുതൽ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ടൈറ്റാനിക് ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. നാം എല്ലാം ടൈറ്റാനിക് സിനിമയിൽ കണ്ടതുപോലെ രണ്ടായിട്ട് ഒടിഞ്ഞുകൊണ്ടാണ് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് മുങ്ങിത്താന്നത്. ആ മരം കൊച്ചുന്ന വെള്ളത്തിൻ്റെ അടിയിൽ തണുത്തുറഞ്ഞ് 1532 പ്രേതാത്മാക്കളുമായി ടൈറ്റാനിക് എന്ന ആ മഹാകപ്പൽ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നു.